ഒരു പക്ഷേ ഖൽബിൽ നിന്ന് ഈമാൻ എടുത്തു പോകുമോ? നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ഈമാനിന് വലിയ സിയാദത്ത് ലഭിക്കുകയാണ്. ഈമാനിന് സിയാദത്ത് ലഭിക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഈമാൻ ഖൽബിൽ ഇങ്ങനെ വർദ്ധിച്ചു. അവസാനം ഈമാൻ കൊണ്ട് ഖൽബിലെങ്കിലും നമുക്ക് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ വർദ്ധിക്കുന്ന വിഷയമാണ്. അതുപോലെ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാരണമായിട്ടോ ഈമാൻ ഇല്ലാതെയായി പോവുകയും ചെയ്യും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വിഷയമൊന്ന് ഞാൻ പറയട്ടെയോ? നമ്മുടെ ഈമാൻ വലിയ രൂപത്തിൽ വർദ്ധിക്കാനുള്ള, നമുക്ക് വലിയ സ്ഥാനം ലഭിക്കാനുള്ള, പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അമലാണ് തഅ്ലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ച വസ്തുക്കളെ നിന്ദിക്കുക. ഇത് ഈമാൻ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ വിഷയമാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കൾ, അതേതൊക്കെ വസ്തുവായാലും ആളായിരുന്നാലും അവരെ ബഹുമാനിക്കുക. അല്ലാഹു നിന്ദിച്ചതായ വസ്തുക്കളെ നിന്ദിക്കുക. ഈ രൂപത്തിൽ നമ്മുടെ മനസ്സങ്ങ് പാകപ്പെട്ടാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈമാനിന് വലിയ സിയാദത്ത് ലഭിക്കുകയാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കണം. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കണം. ഇത് ഈമാനിന് വലിയ സിയാദത്ത് നൽകുന്ന വിഷയമാണ്. അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അല്ലാഹു ബഹുമാനിച്ച ചില സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ആ ആളുകളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയും സ്ഥലങ്ങളെയും ബഹുമാനിക്കാൻ നമ്മുടെ മനസ്സങ്ങ് പാകപ്പെടേണ്ടതുണ്ട്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവാക്കളെ, നാം നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് ആരംഭിക്കേണ്ട വിഷയമാണ് അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക എന്നത്. കാരണം നമ്മെ 9 മാസവും 10 ദിവസവും പൂർണ്ണമായി ഗർഭം ധരിച്ച് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാനെ ബഹുമാനിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ ഉമ്മാനെ